ഓം ശാന്തി. ലോ ഓഫ് അട്രാക്ഷൻ്റെ പലവിധ ടൂളുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേരായി ചോദിക്കുന്ന സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ച് സിസ്റ്റർ ഒരു വീഡിയോ ചെയ്തു തരുവാന്ന്. ഒരുപാട് പേർക്ക് അറിയുന്ന ടെക്നിക്കാണിത് കേട്ടോ. ഇത് ഒരു കൊച്ചു കാര്യത്തിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ള പോലെ തന്നെ ഇതും അതെ, ഞാൻ ആദ്യം എൻ്റെ ലൈഫിൽ എന്തിലെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് പറഞ്ഞിരുന്നു വിചാരിച്ചിരിക്കുകയാണ്. വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൂർത്തിയായിട്ടില്ല, ഓൺ ദ ട്രാക്കിലാണ്. അധികം വൈകാതെ അത് പൂർത്തിയായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ തന്നെ ചെയ്യും എന്താണ് ആ വലിയ ലക്ഷ്യമെന്ന്. എനിവേ, ഇപ്പോൾ ഒരു ചെറിയ ലക്ഷ്യത്തിൽ ഞാനത് അപ്ലൈ ചെയ്ത് നോക്കി, എനിക്ക് റിസൾട്ട് കിട്ടി. സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ ഞാൻ ആ കാര്യത്തിനെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടത് ആദ്യം നമുക്ക് നമ്മുടെ ഡ്രീം എന്താണെന്നുള്ളതായിട്ടുള്ള ഒരു ക്ലാരിറ്റിയാണ്. എന്നുവെച്ചാൽ ഒരുപാട് ലക്ഷ്യങ്ങൾ, കുറേ പേരെന്നോട് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്, വീട് വേണം, കാറ് വേണം, ജോലി വേണം, രോഗം മാറണം, എൻ്റെ ഈ റിലേഷൻ കുറച്ച് മോശമാണ്, നന്നായി വരണം. ഞാനൊരു കാര്യം പറയട്ടെ, ഒരുപാട് കാര്യങ്ങളില്ലാത്ത ആരുമില്ല ഈ ലോകത്ത്. ഏതാളോട് വേണമെങ്കിൽ ചോദിച്ചോളൂ, എല്ലാം തിരഞ്ഞാലും ആരും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയും ചോദിച്ചാൽ അതിൻ്റെ ലിസ്റ്റ് അൺലിമിറ്റഡ് ആയിട്ട് എല്ലാവരുടെ അടുത്തും ഉണ്ടാവുകയും വേണം. ഞാൻ വേണ്ടാന്നല്ല പറയുന്നത്. പക്ഷേ അതിനർത്ഥം എല്ലാ ആഗ്രഹവും കൂടി ഒന്നിച്ച് നേടാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ആദ്യം ഒന്ന് ഫോക്കസ് ചെയ്യണം, അഥവാ കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ലക്ഷ്യം ഈ ഒരു സമയത്തിനുള്ളിൽ ആദ്യത്തെ പ്രയോറിറ്റി ഞാൻ എൻ്റെ ഇന്ന ലക്ഷ്യത്തിനാണ് നൽകുന്നത് എന്ന് 100% ഉറപ്പിച്ചിരിക്കണം. കുറച്ച് കഴിഞ്ഞ ശേഷം ഇതിനേക്കാൾ ആവശ്യം അതായിരുന്നു, എന്നാൽ അതാക്കിയാലോ, രാവിലെ ഇത്, വൈകിട്ട് അത്, രാവിലെ ഒരു ടെക്നിക്കിൽ ഇത് ചെയ്യുക, വൈകിട്ട് വേറെ ടെക്നിക്കിൽ അത് ചെയ്യുക. അങ്ങനെ ചെയ്യരുത്. കാരണം ടെക്നിക്ക്, ടൂള് മാറ്റിവരിക്കാം. അത് 2 കപ്പ് ആവാം, 5-5-5 മെത്തേഡ് ആയിരിക്കാം, 24 hours മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം. ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൂൾസ് ആണ്. ടൂള് മാറും, പക്ഷെ ആള് മാറില്ലല്ലോ. നിങ്ങൾ തന്നെയല്ലേ തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വൈബ്രേഷൻ ഒരൊറ്റ പോയിന്റിലേക്ക് സ്ട്രോങ് ആയി കൊടുക്കുന്നതിന് പകരം പല പോയിന്റിലേക്ക് ഡൈവേർട്ടായി പോകുമ്പോൾ നടക്കില്ലെന്നല്ല, അത്രയും ഹൈ പവർഫുൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ വളരെ വേഗം അവർക്ക് ആ കാര്യം നടക്കുമായിരിക്കാം. പക്ഷേ അതല്ലെങ്കിൽ അതെല്ലാം കൂടി നടന്നു വരാൻ സമയം കൂടുതലെടുത്തേക്കാം. അതുകൊണ്ട് ഓരോ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ വേഗത്തിൽ അത് നടക്കുന്നതല്ലേ ഈസി. അപ്പം അതുകൊണ്ട് ഈ ഒരു ടെക്നിക്കും നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും അനിവാര്യമെന്ന് തോന്നിയ ഒരു ലക്ഷ്യത്തിൻ്റെ മേലെ ചെയ്തു നോക്കണം. പതിവ് പോലെ എല്ലാ ടൂളും ഉപയോഗിക്കുമ്പോൾ ഞാൻ പറയുന്ന അതേ കാര്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ആദ്യം തന്നെ ഈ കാര്യം വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യരുത്, ചെറിയ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി ചെയ്തു നോക്കണം. ആ കാര്യത്തിൻ്റെ റിസൾട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ സന്തോഷം, അതിൻ്റെ ശക്തി നമ്മുടെ വലിയ കാര്യങ്ങൾ നേടാൻ വേണ്ടി തീർച്ചയായും നമ്മളെ സഹായിക്കും. അതിനു വേണ്ട ഊർജം നമുക്ക് തരും. അതുകൊണ്ട് ഏതൊരു ടൂളും ആദ്യം ചെറുതായിട്ട് ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് കുറച്ചുകൂടെ വലിയൊരു കാര്യത്തേക്ക് അപ്ലൈ ചെയ്ത് നോക്കുക, എന്നിട്ട് വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി ഉപയോഗിക്കണം. ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇനി ചെയ്യേണ്ട വിധം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ക്ലിയറായിട്ടൊരു പിക്ചർ ക്രിയേറ്റ് ചെയ്യാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ ഒരു വീട് വേണമെന്ന് ഞാൻ വിചാരിച്ചു. ഒരുപാട് പേരുടെ ആഗ്രഹമാണ്, വാടക വീടാണ്, അത് മാറി എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നത്. ഓക്കെ, ഒരു വീട് വേണമെന്ന് ആഗ്രഹിച്ചു. വീട് വേണം എന്നതായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉപയോഗിക്കാനുള്ള 4 സ്റ്റെപ്സ് എന്ന് പറയുന്നൊരു വീഡിയോ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് ഒരു എനർജി സെൻഡ് ചെയ്തിട്ട് ആ കാര്യം ഒരു റിയലായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരണമെങ്കിൽ അതിനൊരു ക്ലാരിറ്റി നിർബന്ധമായിട്ടും വേണം. അതുകൊണ്ട് വീടുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും കേൾക്കണം ഈ കാര്യം. വീടുണ്ടാക്കണം സ്വന്തമായിട്ട് എന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ വീടിൻ്റെ മുറികൾ എത്ര വേണം, അതിന് ഏത് ഭാഗത്തായിരിക്കണം എൻട്രി ഉണ്ടാവേണ്ടത്, അതെങ്ങനെയുള്ള വീടായിരിക്കണം, നമ്മുടെ കേരള മോഡലാണോ അതോ ഫോറിൻ മോഡലാണോ അതോ ഒരു ഓട് വീടാണോ, നിങ്ങളുടെ മനസ്സിലെ ഡ്രീം പ്രൊജക്റ്റ് എന്താണോ അതിനെ ക്ലിയർ ആയിട്ടൊരു പിക്ചർ ഉണ്ടാക്കണം. ആ കാര്യത്തെ ഏതെങ്കിലും ഒരു എൻജിനീയർ ആയിട്ടോ വരയ്ക്കുന്ന ആളുകളായിട്ടോ നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഇന്നത്തെ കാലത്ത് ഈസി ആയിട്ട് നമുക്ക് ആർക്കിടെക്ട്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ 3D ആയിരിക്കുന്നതിൻ്റെ പിക്ചർ കിട്ടും. ആ പിക്ചർ ഉണ്ടാക്കിച്ചു വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാ ആളുകളും അത് കണ്ടിട്ട് ഹായ് നമ്മുടെ വീട് എന്ന് പറഞ്ഞ് ആനന്ദിക്കത്തക്ക രീതിയിൽ കുറച്ച് വലിയൊരു പിക്ചർ ഉണ്ടാക്കി എല്ലാവർക്കും കാണുന്ന രീതിയിൽ ഒട്ടിച്ചു വെക്കുക. വളരെ വേഗം നിങ്ങളുടെ വീട് എന്നതായിട്ടുള്ള സ്വപ്നം നടക്കും. അത് ഒരു സ്റ്റെപ്പാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്റ്റീവ് ആക്കാൻ. ഈ ടൂള് യൂസ് ചെയ്യുമ്പോൾ ഇതിലും നമ്മൾ കുറേയും കൂടി നന്നായിട്ട് അതിനെ ഉപയോഗിക്കണം. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ
ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ, നമ്മൾ ഉറങ്ങുന്നതിനേക്കാൾ മുന്നുള്ള കുറച്ച് ശീലങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണോ? ഉറങ്ങുന്നതിനേക്കാൾ അരമണിക്കൂർ മുന്നേ നമ്മൾ ആദ്യം മറ്റുള്ള കാര്യങ്ങൾ നോക്കൊന്ന് നിവൃത്തായിക്കൊണ്ട് ഈ സോഷ്യൽ മീഡിയ, മൊബൈൽ, എല്ലാ സാധനങ്ങളെയും മാറ്റി വെച്ച് ഒന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി അന്നത്തെ കാര്യങ്ങളൊക്കെ ഈശ്വരന് കത്തെഴുതി മനസ്സിൻ്റെ ഭാരത്തിനൊക്കെ ഇല്ലാതാക്കി റിലാക്സ്ഡ് ആക്കി കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്ത് ഇത്രയും കാര്യം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്താണോ റിയൽ, നിങ്ങൾ അതിലേക്ക് നമ്മൾ അങ്ങ് വന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഊർജ്ജം നമ്മളോട് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഒരു മൊമെൻറ്റിൽ ഒരു ഡയറിയും പെന്നും നിങ്ങൾ അടുത്ത് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യുക. ആ ഡയറിയുടെ ഉള്ളിൽ വിശാലമായിക്കൊണ്ട് നിങ്ങളുടെ വീട്, ആ വീട് ഉണ്ടാക്കുമ്പോൾ ആ വീട്ടിൽ നിങ്ങളുടെ മുറിയിലിരുന്ന് നിങ്ങൾ എന്ത് ചെയ്യും കണ്ടുകൊണ്ട് കേട്ടോ. നമ്മുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ആ ഒരു നല്ല കട്ടിലിൽ ഫ്രഷായി വിരിച്ച ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ സോഫ്റ്റായിരിക്കുന്ന തലയണ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കിടക്കുന്നുണ്ടായിരിക്കും. നിങ്ങളടുത്ത് ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അവരെ കാണണം, അവരടുത്ത് കിടക്കുന്നത് കാണണം. നിങ്ങളുടെ ആ ബെഡ്റൂമിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഡെക്കറേഷൻസ്, നിങ്ങൾ ക്ലോക്ക് എവിടെ വെച്ചിട്ടുണ്ട്, പിക്ചേഴ്സ് എവിടെ വെച്ചിട്ടുണ്ട്, ഈശ്വരൻ്റെ ചിത്രം അവിടെ എവിടെയാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്, നിങ്ങളതിൽ പൂക്കളോ ഒക്കെ ഡെക്കറേറ്റീവായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ വെച്ചിട്ടുണ്ട്, ബുക്സ് എവിടെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പേഴ്സണൽ സാധനങ്ങൾക്ക് എവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ഞാൻ ഇത്രയും വിശാലമായി പറയാൻ കാരണം ഒരു ക്ലിയർ പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെ എല്ലാ കാര്യത്തെക്കുറിച്ചും വിശദമായിട്ട് എഴുതാൻ എൻ്റെ ബെഡ്റൂമിൽ ഇങ്ങനെയായിരിക്കും. അത് എഴുതുമ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിലിരുന്ന് അത് അനുഭവിച്ചുകൊണ്ട് നിങ്ങളത് എഴുതുക. അങ്ങനെ ഫീൽ ചെയ്തിട്ട് ആ ബെഡ്റൂമിൽ എങ്ങനെയായിരിക്കും, ഇത്ര നന്നായിട്ടുണ്ടാവും. ഈ കോർണറിലൊരു ബുക്ക് സ്റ്റാൻഡ് ഉണ്ടായിരിക്കും, അതിലെനിക്ക് വായിച്ചു പഠിക്കാനുള്ള നല്ല നല്ല ബുക്സ്, അതെത്ര മനോഹരമായിട്ട് പേര് കാണത്തക്ക രീതിയിൽ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ആ കോർണർ സ്റ്റാൻഡിൻ്റെ മുകളിൽ ഒരു ചെറിയ ഫ്ലവർ വാസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ആ ടീ പോയിൻ്റെ മേലെ കുറച്ച് സുഗന്ധം ഉണ്ടാവുന്ന ഒറിജിനൽ ഫ്ലവേഴ്സ് വെക്കാൻ പറ്റിയില്ല, അതിൻ്റെ സുഗന്ധം നന്നായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ആ റൂമിനെ ശരിക്കും അങ്ങ് ഫീൽ ചെയ്യണം നമുക്ക്. ഇവിടെ ബെഡ്റൂമിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അതിന് ഒരുപാട് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ബെഡ്റൂം നിങ്ങൾ കണ്ടോളൂ. പക്ഷേ അതിനുള്ളിലത്തെ സെറ്റിങ്സ് അതെപ്പോഴും എനർജറ്റിക് ആയിരിക്കണം, 100% പോസിറ്റിവിറ്റി എനർജി തരുന്ന രീതിയിലായിരിക്കണം. അങ്ങനെ ആ മുറി അങ്ങ് ആസ്വദിച്ചിട്ട് എൻ്റെ ബെഡ്റൂം ഇങ്ങനെയായിരിക്കും. എൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ കുക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ എല്ലാ സാധനവും എനിക്ക് കിട്ടണം, എളുപ്പത്തിലെടുക്കാൻ കിട്ടുന്ന രീതിയിലാണ്. കയ്യിലുകളൊക്കെ താഴെയുള്ള ട്രേകൾ ഞാൻ വലിച്ചെടുക്കുന്നുണ്ട്. എല്ലാം ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാം ശരിക്കും നമ്മൾ കാണണം എന്നർത്ഥം. ആ ഡൈനിങ് ടേബിളിൽ നമ്മളിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ അന്ന് ഉണ്ടാക്കിയ വിഭവം നമ്മുടെ പുതിയ വീടിൻ്റെ ഡൈനിങ് ഹാളിൽ ഒരാൾ മറ്റൊരാൾ വിളമ്പി കൊടുക്കുന്നു, എല്ലാവരും നല്ല ടേസ്റ്റി ആയിട്ട് സന്തോഷമായിട്ട് അവിടെ നിന്ന് ആഹാരം കഴിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല സ്മൃതികൾ അവിടെയുള്ളതായിരിക്കുന്ന നമ്മുടെ ഈശ്വരൻ്റെ സ്ഥാനത്ത് ഉണ്ടാക്കിയ ആഹാരം സന്തോഷത്തോടെ ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ നിവേദ്യമായി കൊണ്ട് സമർപ്പിക്കുന്നു, അതെടുത്തുകൊണ്ട് വരുന്നു, അതെല്ലാത്തിലും കലർത്തി എല്ലാവർക്കും കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ലൈഫിനെ ആ വീടിൻ്റെ ഉള്ളിൽ വിഷ്വലൈസ് ചെയ്യുക. വെറും വിഷ്വലൈസ് ചെയ്യല്ല, എഴുതുക. അതിൻ്റെ പേരാണ് സ്ക്രിപ്റ്റിംഗ്. അങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു സ്റ്റോറി റൈറ്റിംഗ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു പോകും. അതിനെ ക്ലിയറായിട്ട് എഴുതി അതിനെ ആസ്വദിച്ച ശേഷം നിങ്ങൾ ആ സാധനത്തിനെ സൈഡിലേക്ക് വെച്ചിട്ട് കിടന്നുറങ്ങിക്കോളൂ, ഒരു കുഴപ്പമില്ല. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും ഏതാണ്ട് നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും ഞാൻ ഉറക്കം ഉണർന്നത് എൻ്റെ പഴയ വീടിൻ്റെ ബെഡ്റൂമിലാണോ പുതിയ വീടിൻ്റെ ബെഡ്റൂമിലാണോ എന്ന്. അത്രയ്ക്കും അതുമായിട്ട് നമ്മൾ അങ്ങ് അലിഞ്ഞു ചേരും. അങ്ങനെ ആകുമ്പോഴത്തേക്കും അത് റിയാലിറ്റിയിലേക്ക് വളരെ വേഗം നടക്കുന്ന കാര്യമാണ്. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ ശേഷം നോക്കുക, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒരു രസത്തോടു കൂടി എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതി വെച്ച ആ സ്ക്രിപ്റ്റിനെ എടുത്ത് വായിക്കുക, ആസ്വദിക്കുക. പലതവണ നിങ്ങൾക്ക് എപ്പോഴൊക്കെ പറ്റുമോ അപ്പോഴൊക്കെ എടുത്ത് വായിച്ച് ആസ്വദിച്ചോ. അവൾ അത്രയും പ്രാവശ്യം വളരെ വേഗം നമ്മുടെ വീട് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരും. ഞാൻ നിങ്ങൾക്കൊരു വീട് എന്ന ഉദാഹരണം പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു എന്ന് മാത്രം. അത് നമുക്ക് ജോലിയെക്കുറിച്ചാവാം. അതല്ല എന്നുണ്ടെങ്കിൽ ജോലിയാണെങ്കിൽ ഇത്ര നല്ല ഓഫീസ്, അവിടെ നമ്മുടെ റൂം എങ്ങനെയുണ്ടായിരിക്കും, നമ്മുടെ ഇരിപ്പിടം എങ്ങനെയുണ്ടായിരിക്കും, നമ്മുടെ കൊലീഗ്സ് എങ്ങനെയുള്ളവരായിരിക്കും, എത്ര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ ആ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും, ആ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഓരോരോ ഘടകങ്ങളെക്കുറിച്ച് പോലും ഫീൽ ചെയ്തുകൊണ്ട് വിശദമായിട്ടൊരു സ്റ്റോറി റൈറ്റിംഗ് പോലെ തന്നെ വിശാലമായിട്ട് നിങ്ങളുടെ ആ കാര്യത്തിനൊക്കെ എഴുതി തയ്യാറാക്കുന്നതിൻ്റെ ടെക്നിക്കിൻ്റെ പേരാ സ്ക്രിപ്റ്റിംഗ്. ഇത് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷൻ എന്താണോ അത് 100% ക്ലിയർ ആവും. അത് എങ്ങനെ നിങ്ങൾ അനുഭവിക്കും അതിനെക്കുറിച്ച് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് മനസ്സിലാക്കും. സബ് കോൺഷ്യസ് മൈൻഡ് നടന്ന കാര്യം പോലെ അത് ഫീൽ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഊർജ്ജത്തെ
നിങ്ങളിലേക്ക് ആകർഷിക്കാനും തുടങ്ങും. കാര്യം വളരെ വേഗത്തിൽ നടക്കുകയും ചെയ്യും. ഇതാണ് സ്ക്രിപ്റ്റിംഗ് എന്തായിട്ടുള്ള മെത്തേഡ്. നിങ്ങൾക്ക് ആരുടെയും സപ്പോർട്ട് വേണമെന്നില്ല. ഞാൻ നിങ്ങളടുത്ത് പിന്നെ ഒരിക്കൽ കൂടെ പറയുകയാണ്, ദിനചര്യയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന് ഇരുന്നിട്ട് വേണം ചെയ്യാൻ. കാരണം നമ്മൾ നമ്മളായി തീർന്നുകൊണ്ട് മറ്റുള്ള അവർ പറഞ്ഞ കാര്യം, ഇവർ പറഞ്ഞ കാര്യം, ആ കടക്കാർ ചീത്ത പറഞ്ഞതിൻ്റെ വിഷമങ്ങൾ, അല്ലെങ്കിൽ അവരെ ഫോൺ ഇവരെ എല്ലാത്തിനും ഫ്രീ ആയിക്കൊണ്ട് നിങ്ങളും ഈശ്വരനും മാത്രമാകുന്ന ഒരു സ്റ്റേജിലാവുമ്പോൾ നമ്മളെന്തോ നമ്മുടെ ക്ലിയറായിട്ട് നമ്മൾ ആക്റ്റീവായിട്ടുണ്ടാവും. ആ സമയത്ത് വിഷ്വലൈസ് ചെയ്ത് എഴുതുമ്പോൾ അത് 100% പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാനും പറ്റും. അതുകൊണ്ട് ഈ രീതിയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്തു നോക്ക്. നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിങ്ങളുടെ ഡ്രീമിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരു നല്ല ടെക്നിക്കാണ്. നമ്മളുടെ വിഷൻ വീണ്ടും വീണ്ടും നമ്മളുള്ള അതേ എനർജിയോടെ ജീവിക്കാൻ വേണ്ടി അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഈ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ചെയ്തു വെച്ച ശേഷം ഒരു പ്രാവശ്യമെങ്കിലും ദിവസത്തിൽ അതെടുത്ത് വായിക്കണം. അതിനെ സേഫായിട്ട് എടുത്ത് വെക്കണം. അത് ആസ്വദിക്കണം, ആനന്ദിക്കണം. വളരെ വേഗം നിങ്ങളുടെ ഡ്രീം നിങ്ങളുടെ അടുത്തേക്ക് വരും. അത് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.